ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഓണം സീരീസിൻ്റെ 3rd എപ്പിസോഡാണ്. അപ്പോൾ 2 പ്രോഡക്റ്റ്സ് ഹോളായിരുന്നു. ഇന്നൊരു മേക്കപ്പാണ്, നമുക്ക് നാടൻ ഒരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ അത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മേക്കപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്നാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. അപ്പോൾ മൂവിങ് ടു ദ അപ്പോൾ എപ്പോഴത്തെ പോലെ തന്നെ ബേസിക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ കെയർ ആണ്. സ്കിൻ കെയറിന് ഞാനൊരു ബേസിക് ടോണറാണ് യൂസ് ചെയ്യുന്നത്. ബെല്ല വിറ്റയുടെ ഗ്ലോണർ ഫേസ് ടോണറാണ്. ഇതിൻ്റെ അകത്ത് റോസ് വാട്ടറും ആലോവേറയും ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് സ്പ്രേ ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഡാമ്പ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഞാനൊരു ലിപ് ബാം യൂസ് ചെയ്യണം. ജോബ്സിൻ്റെ ഹെർബൽ എന്ന് പറഞ്ഞിട്ട് ഒരു ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് തിങ് എന്ന് പറയുമ്പോൾ മോയ്സ്ചറൈസറാണ്. മോയ്സ്ചറൈസറിന് അക്വാലോജിക്കയുടെ 5 ബാരിയർ പ്ലസ് ഹൈഡ്രാ ജെൽ മോയ്സ്ചറൈസറാണ് എടുത്തേക്കുന്നത്. ഓക്കെ, ഇപ്പം മോയ്സ്ചറൈസറാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പ്. ഇത് നല്ലൊരു പാക്കിങ്ങിലൊക്കെയാണ് ഇത് വരുന്നത്. നല്ല ഒരുപാട് റിവ്യൂസൊക്കെ ഉണ്ട്, അത് കണ്ടിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. ഓക്കെ, നല്ലതായിട്ട് നമുക്ക് ഡാമ്പ് ചെയ്ത് കൊടുക്കാം. ഏതൊരു മേക്കപ്പിന് മുമ്പ് നമ്മുടെ സ്കിൻ കെയർ മോസ്റ്റ് എസെൻഷ്യൽ പാർട്ടാണ്. നന്നായിട്ടൊരു ബ്ലെൻഡ് ആവുന്ന ഒരു മോയ്സ്ചറൈസറാണ്. ഓക്കെ, നന്നായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു. നെക്കിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇപ്പം കോളേജിലൊക്കെ ഓണ സെലിബ്രേഷൻ, ഓഫീസൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ മേക്കപ്പാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും മേക്കപ്പ്, ഇപ്പം നമ്മളൊരു ഫെസ്റ്റീവ് മേക്കപ്പ് ചെയ്യുമ്പോൾ അത് സാധാരണ ഒരു ഓഫീസ് കോളേജ് മേക്കപ്പ് അല്ല. നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷന് ഗെറ്റ് റെഡി ആണെങ്കിൽ പ്ലീസ് അവോയ്ഡ് സൺസ്ക്രീന് പുറത്ത് നമ്മൾ മേക്കപ്പ് ലെയർ ചെയ്യുമ്പോൾ ഒരു ഫിനിഷ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ SPF ഒന്ന് സ്കിപ്പ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത പാട്ടെന്ന് പറയുമ്പോൾ എന്താ, പ്രൈമറാണ്. പ്രൈമറിന് റീകോഡിൻ്റെ ഏസ് ഓഫ് ബേസ് എന്ന് പറഞ്ഞിട്ടൊരു അടിപൊളി പ്രൈമറാണ്. അതിൻ്റെ ഒരു മിനി പാക്കാണ് ഞാൻ വാങ്ങിച്ചിരുന്നത്. ഏസ് ഓഫ് ബേസ് റീകോഡിൻ്റെ നല്ലൊരു നമുക്കൊരു ഫിനിഷ് കിട്ടുന്ന ഒരു പ്രൈമറാണ്. എക്സ്പെഷ്യലി ഫോർ എന്താ പറയുക, ഫെസ്റ്റീവ് ബ്രൈഡ്സ്മെയ്ഡ് ലുക്കിനൊക്കെ അടിപൊളിയാണ്. എപ്പോഴും പ്രൈമർ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ഫിംഗേഴ്സിൻ്റെ ഇടയിൽ ഇങ്ങനെ വയ്ക്കുക, റബ്ബ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കൂടുതൽ വേർക്കുന്ന പാട്ടൊക്കെ എവിടെ ആയിരിക്കും, ഇവിടെയൊക്കെ ആയിരിക്കില്ല. നമ്മളൊരു മേക്കപ്പ് ചെയ്ത് നന്നായിട്ട് വേർക്കുന്ന സ്ഥലത്തൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുക. ഓക്കെ, നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കൂ റീകോഡിൻ്റെ ഏസ് ഓഫ് ബേസ് പ്രൈമർ. ഓക്കെ, അങ്ങനെ പ്രൈമർ അപ്ലൈ ചെയ്തു. പ്രൈമർ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ചെറിയൊരു സെറ്റിംഗ് ടൈം കൊടുക്കണം. എപ്പോഴും പ്രൈമർ അപ്ലൈ ചെയ്ത ശേഷം നമ്മൾ പ്രൈമർ ഒന്ന് മുഖത്ത് നമ്മൾ ബേസ് ഒന്ന് സെറ്റ് ആവണം. അപ്പം നമ്മുടെ ബേസ് കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ എന്തൊക്കെയോ ഒരു ടോണർ ഇട്ടു, ഒരു മോയ്സ്ചറൈസർ ഇട്ടു, ഒരു പ്രൈമർ ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബേസ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി ഞാൻ ബ്ലൂ ഹെവൻ്റെ മേക്കപ്പ് ഫിക്സറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഡാമ്പ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ചെറിയ ചെറിയ ടിപ്സാണ് നമ്മുടെ മേക്കപ്പ് ഗ്രേഷ് ആവാതിരിക്കാൻ, കുറച്ച് നേരം ലോങ് ലാസ്റ്റിംഗ് ആവാനൊക്കെ ഒരു ചെറിയ ചെറിയ ടിപ്സാണ്. അപ്പോൾ നമുക്കിനി അടുത്തത് എന്താണ്, കളർ കറക്ഷൻ. അപ്പോൾ എനിക്ക് നല്ല രീതിയിലുള്ള ഡാർക്ക്നെസ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കളർ കറക്ഷൻ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കോളേജിലുള്ള കുട്ടികൾക്ക് മിക്കവർക്കും ഈ ഡാർക്ക് സർക്കിൾസ് ഒന്നും കാണാത്ത കുട്ടികളൊക്കെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ സ്റ്റെപ്പ് നമുക്ക്
വേണ്ട, ഡയറക്റ്റ് അടുത്ത സ്റ്റെപ്പിലോട്ട് പോയാൽ മതി. ഇപ്പോൾ കളർ കറക്ഷൻ ഞാൻ എൻ്റെ ഫേസിന് ഒരു അണ്ടർടോൺ ആയിട്ടുള്ളൊരു കൺസീലറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ നമ്മൾ ഈ ഓറഞ്ച് കളർ കറക്റ്ററൊന്നും യൂസ് ചെയ്യുന്നില്ല. എളുപ്പം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു മേക്കപ്പ് അല്ലേ. അപ്പോൾ എൻ്റെ ഈ സ്കിൻ ടോണിനെ കാട്ടി അണ്ടർടോൺ ആയിട്ടൊരു കൺസീലറാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. കൺസീലർ ഫേസസ് കാനഡ ഹൈ കവർ കൺസീലർ 06 ഗോൾഡൻ ബ്രഷ്. ഇത് എൻ്റെ ഷെയ്ഡിനൊരു അണ്ടർടോൺ ആണ്. അത് വെച്ചിട്ടാണ് ഇപ്പോൾ എൻ്റെ പിഗ്മെൻറ്റേഷൻസ്, ഡാർക്ക് സർക്കിൾസ് ഒക്കെ കവറപ്പ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ജസ്റ്റ് എപ്പോഴും കൺസീലർ ശകലമേ എടുക്കാറുള്ളൂ. ഈ നമ്മുടെ അണ്ടർടോൺ ആയിട്ടുള്ള എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി ഞാനിപ്പോൾ ഒരു ബ്രഷ് വെച്ചിട്ടാണ് സ്മഡ്ജ് ചെയ്യുന്നത്. ഒരു ബ്രഷ് എടുത്ത് വെച്ചിട്ട് നന്നായിട്ട് സ്മഡ്ജ് ചെയ്യാം. ഇതൊരു കൺസീലർ ബ്രഷാണ്. പാക്കിൻ്റെ ഒക്കെ അടിപൊളി നല്ല ഫിനിഷിംഗ് ഉള്ള ബ്രഷസ് കിട്ടും കേട്ടോ. അതേപോലെ മേക്കപ്പ് ഫിക്സർ ഇപ്പോൾ ഒരു ഹൈ എൻഡ് ലെവൽ നമുക്ക് പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ പാക്കിൻ്റെ മേക്കപ്പ് ഫിക്സർ അടിപൊളിയാണ്. ഈ നമ്മുടെ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കയ്യിലൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമ്മളിത് സിമ്പിളായിട്ടാണ് നമ്മൾ കളർ കറക്ഷൻ ചെയ്ത് നമ്മുടെ ഷെയ്ഡിൻ്റെ അണ്ടർടോൺ 2 ഷെയ്ഡ്സ് അണ്ടർടോൺ ആണ് ഞാൻ എടുത്തേക്കുന്നത്. 1 ഷെയ്ഡ് ആണെങ്കിലും പോവാം. ഇപ്പോൾ നമ്മൾ ഈ കൺസീലർ ഫൗണ്ടേഷനൊക്കെ വാങ്ങുമ്പോൾ സ്റ്റോഴ്സിൽ പോയാൽ അവർ കറക്റ്റായിട്ടുള്ള ഷെയ്ഡ് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. അത് യൂട്യൂബ്സിലൊക്കെ ഒരുപാട് വീഡിയോ അപ്ലോഡ് ചെയ്യണം, ഹൗ ടു പിക്ക് ദ എക്സാക്ട് നമ്മുടെ കറക്റ്റ് ഷെയ്ഡുള്ള കൺസീലർ ഫൗണ്ടേഷനൊക്കെ പിക്ക് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ കറക്റ്ററായിട്ട് നമ്മളൊരു ഡാർക്ക് ഷെയ്ഡ് കൺസീലർ അപ്ലൈ ചെയ്തു. ഇനി അടുത്തത് നമ്മൾ ഐബ്രോസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഐബ്രോസിന് മാൾസിൻ്റെ ഒരു ഐബ്രോ പെൻസിലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. 180 റുപ്പീസിനാണ് ഇത് വാങ്ങുമ്പോൾ. മാൾസിൻ്റെതാണ്. നമുക്ക് മൈക്രോ പ്രിസിഷൻ, നല്ല പ്രിസിഷൻ കിട്ടുന്ന ഡാർക്ക് ബ്രൗൺ ആണ് എടുത്തേക്കുന്നത്. എപ്പോഴും ഐബ്രോ ഫില്ലർ ആണെങ്കിൽ ബ്രഷ്, ഈ നമ്മുടെ പെൻസിലായാലും പൗഡർ ആയാലും അല്ലാതെ ക്രീം ആയാലും പ്ലീസ് ടേക്ക് ടു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുക്കുക. അപ്പോൾ നമ്മുടെ ഐബ്രോസിനൊരു നാച്ചുറൽ ഫിനിഷ് കിട്ടും. അപ്പോൾ ജസ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് കണ്ടോ, അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. വെരി ഈസിയാണിത്. മാർസിൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ ഒരുവിധം നല്ല പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. ബിഗിനേഴ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ പ്രോഡക്റ്റാണ്. മാർസ്, സ്വിസ് ബ്യൂട്ടി, ഇൻസൈറ്റ് ഒക്കെ നല്ല. അതുപോലെ മാർസിൻ്റെ ഐബ്രോ പെൻസിൽ സൂപ്പർവാണ്. ഓക്കെ, ഇനി നമുക്ക് അതിൽ തന്നെ ഒരു സ്പൂളി ഉണ്ട് കണ്ടോ, അത് വെച്ച് നമുക്കൊന്ന് ബ്രഷ് ചെയ്യാം. ഇപ്പം ഐബ്രോസ് ഒക്കെ ഫിനിഷ് ചെയ്യാൻ അറിഞ്ഞൂടാത്തവർക്ക് ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു ഐബ്രോ പ്രോഡക്റ്റാണ് മാർസിൻ്റെ. അപ്പം ഐബ്രോസ് ഒക്കെ അടിപൊളിയായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് സിമ്പിളായിട്ട് മാർസിൻ്റെ ഐബ്രോ പെൻസിൽ വെച്ചിട്ട്. ഇനി അടുത്തത് കൺസീലറാണ്. ഞാനിവിടെ ഫൗണ്ടേഷൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഷെയ്ഡിന് മാച്ചായിട്ട് നമ്മളൊരു അണ്ടർടോൺ വെച്ച് നമ്മുടെ ഡാർക്ക് സർക്കിൾസ് പിഗ്മെൻറ്റേഷനൊക്കെ ഹൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രോ ലുക്ക് കിട്ടാൻ വേണ്ടി നമ്മുടെ സെയിം ടോൺ, നമ്മുടെ സ്കിൻ ടോണിന് ചേരുന്ന ഒരു കൺസീലർ എടുത്തിട്ടുണ്ട്. ഞാൻ ലോറിയൽ പാരീസിൻ്റെ ഇൻഫ്ലേമബിൾ ഫുൾ വെയർ കൺസീലറാണ് എടുത്തേക്കുന്നത്. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് 314 ബീജ് ആണ് എൻ്റെ ഷെയ്ഡ്. യെസ്, 314 ബീജ് ആണ് എൻ്റെ ഷെയ്ഡ്. അപ്പം ഞാൻ അത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു ഫിനിഷ് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ ലോറിയൽ പാരീസിൻ്റെ കൺസീലറിനെ കുറിച്ച് നിങ്ങൾക്ക് നെറ്റിൽ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നല്ലൊരു ഫിനിഷ് തരുന്നൊരു കൺസീലറാണ്.
ഓക്കെ, ഞാനും സെയിം നമ്മുടെ കൺസീലർ ബ്രഷ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഞാൻ ഇവിടെ എടുത്തിട്ടാണ് അപ്ലൈ ചെയ്തത്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടാമ്പ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫുൾ ടാമ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഐ മേക്കപ്പാണ്. അപ്പോൾ ഐ മേക്കപ്പിന് ഞാൻ സ്വിസ് ബ്യൂട്ടിൻ്റെ ലസ്റ്റർ ഐ ഷാഡോ പാലറ്റിന് ഈ ഒരു പിങ്ക് കളർ വെച്ച് ജസ്റ്റ് ഒന്ന് ബേസ് കൊടുത്തു. പിന്നെ ഒരു ചെറിയൊരു വിങ്ഡ് ഐലൈനറും കൊടുത്തിട്ടുണ്ട്. വേറെ സിമ്പിൾ ആൻഡ് സട്ടിലായിട്ടുള്ളൊരു ഐ മേക്കപ്പാണ് ചെയ്യുന്നത്. പിന്നെ ഫേസസ് കാനഡയുടെ ഒരു ഐ പെൻസിലാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ച് താഴെയും കൂടെ നന്നായിട്ട് എഴുതി കൊടുക്കുക. ഫേസസ് കാനഡ അത്ര ഒരു പിഗ്മെൻറ്റേഷൻ എനിക്ക് തോന്നിയിട്ടില്ല. സ്വിസ് ബ്യൂട്ടിയുടെ എനിക്ക് സ്വിസ് ബ്യൂട്ടി റെനയുടെയൊക്കെ പിന്നെയും കൊള്ളാം. ഇതേപോലെ തന്നെ അപ്പുറത്ത് എഴുതുക. അപ്പോൾ താഴെയും മുകളിലും ചെറുതായിട്ട് എഴുതി ഒന്ന് സ്മഡ്ജ് ചെയ്തു. ഇനി അടുത്ത് നമ്മൾ ബേക്കിംഗ് പൗഡറാണ് എടുക്കുന്നത് സെറ്റ് ചെയ്യാൻ വേണ്ടി. മേക്കപ്പിന് യൂസ് ചെയ്യുന്ന ബേക്കിംഗ് പൗഡറാണ് ഇത്. ഇൻസൈറ്റിൻ്റെ ബനാന പൗഡറാണ്. എപ്പോഴും ഒരുപാട് വൈറ്റ് ഷെയ്ഡുള്ള പൗഡർ എടുക്കല്. നമുക്ക് നന്നായിട്ട് സെറ്റ് ചെയ്യാം. നല്ല രീതിയിൽ കൊടുക്കുക. ഓക്കെ, ഇപ്പം ചിലവർക്കൊരു ഗ്ലോസി ആയിട്ടുള്ളൊരു ലുക്കായിരിക്കും ഇഷ്ടം. ഞാൻ നമുക്ക് ഈ സ്റ്റെപ്പ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇത് വേണ്ട, ജസ്റ്റ് ഒന്ന് ഡസ്റ്റ് ഓഫ് ചെയ്ത് കളയാം. ബ്ലഷാണ്. ബ്ലഷ് മോസ്റ്റ് അഫോർഡബിൾ ആയിട്ട് ഇൻസൈറ്റിൻ്റെ ഒരു ബ്ലഷാണ്. ഇത് വന്നിട്ട് കാരമൽ എക്ലെയർ എന്നാണ് ഷെയ്ഡിൻ്റെ പേര്. ഇത് 75 റുപ്പീസിന് മറ്റുമാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. ഈ പ്രോഡക്ട്സിൻ്റെയൊക്കെ ഹോൾ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ പോയി ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സാണ് എല്ലാം. നല്ല ടിൻറ്റുള്ള ഒരു ബ്ലഷാണ്, കണ്ടോ. അടുത്തത് ഒരു NY ബ്രോയുടെ ഒരു ബ്രോൺസറാണ് എടുത്തേക്കുന്നത്. NY ബേബ് പ്രോയുടെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് കോണ്ടൂർ ചെയ്യാം. അങ്ങനെ വിശദമായിട്ടും ചെയ്യുന്നില്ല, ഒരു സിമ്പിൾ ലുക്കല്ലേ, നമുക്ക് ചെറിയ രീതിയിൽ ചെയ്യാം. ഇതൊരു ബ്രൗൺ, ഈ ഡാർക്ക് ബ്രൗൺ ആണ് എടുത്തേക്കുന്നത്. അടുത്തത് ഇൻസൈറ്റിൻ്റെ തന്നെ ഒരു ഹൈലൈറ്റ് പാലറ്റാണ് എടുത്തേക്കുന്നത്. അതിൽ നിന്നൊരു ഗോൾഡൻ ഷെയ്ഡ് എടുത്തിട്ട് ലാസ്റ്റായിട്ട് നമ്മുടെ ലിപ്സ്റ്റിക് ഇടുകയാണ്. ഇത് മിസ് ക്ലെയറിൻ്റെ ബ്ലോഗേഴ്സ് ഫേവറേറ്റ് നമ്പർ 15. സൂപ്പറായിട്ടുള്ള ഒരു ലിപ് ഷെയ്ഡാണ്. അതിന് കൂടെ മാർട്സിൻ്റെ എഡ്ജ് ഓഫ് ഡിസൈഡ് ലിപ് ലൈനർ. ഇതൊരു യൂണിവേഴ്സൽ ലിപ് ലൈനറാണ്, എല്ലാത്തിൻ്റെ കൂടെയും പോകും. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ മസ്കാര ഇട്ടിട്ടുണ്ടല്ലോ, ലോറിയൽ പാരീസിൻ്റെ ലാഷ് പാരഡൈസ് എന്ന് പറഞ്ഞ ഒരു മസ്കാരയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതും കൂടെ ഇട്ട് അവസാനിപ്പിക്കാം. ഈ ഒരു ലിപ് ലൈനർ മാത്രം മതി. ഇറ്റ് ഗോസ് വിത്ത് ഏത് ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ആയാലും ഇത് പോകും.
അടിപൊളിയൊരു ഷെയ്ഡാണ് കേട്ടോ. എല്ലാവരും ഈ ലുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓണം ലുക്കാണ്. പിന്നെ എന്താ, ഇനിയും ഇതേപോലത്തെ വീഡിയോസ് ആയിട്ടൊക്കെ വരും. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സപ്പോർട്ട്. ദെൻ ടാറ്റ ബൈ ബൈ.